അപ്പോൾ അന്ന് കുറച്ച് ഡെക്കറേഷൻ ഐറ്റങ്ങൾ വാങ്ങി. പിന്നെ ആദ്യമായിട്ട് ക്രിസ്മസ് ട്രീ വയ്ക്കാനൊന്നും സമയം കിട്ടിയില്ല. ഇന്നിപ്പോൾ സമയമുണ്ട്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം സെറ്റ് ചെയ്തില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം സെറ്റ് ചെയ്യാം. പിന്നെ വാങ്ങിയതാകെ കുറച്ച് മാത്രമേ വാങ്ങിയുള്ളൂ. അത് 1-2 പീസ് മാത്രം. ഉള്ളത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. കുറവാണെങ്കിൽ വാങ്ങാം. ഓക്കെ, ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാം. ഈ ക്രിസ്മസ് ഐറ്റങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പുതിയത് വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം ഞാനെല്ലാം സൂക്ഷിച്ച് വയ്ക്കും. പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ചീത്തായി പോയത്, ഇങ്ങനെ കളർ പോയത്, അല്ലെങ്കിൽ അതിൻ്റെ ക്ലിപ്പ് പോയതൊക്കെ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഈ പുൽക്കൂടും ഈ ക്രിസ്മസ് ട്രീ തന്നെയാണ് വയ്ക്കുന്നത്. അടുത്ത പ്രാവശ്യം എനിക്ക് ഇതിൻ്റെ ഒരു വലിയ ക്രിസ്മസ് ട്രീ വാങ്ങണമെന്നുണ്ട്. ഇപ്പോൾ ഉള്ളതിൽ വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചും കൂടെ വലുത് വാങ്ങണമെന്നുണ്ട്. പിന്നെ ഈ പ്രാവശ്യം പുൽക്കൂട് വയ്ക്കുന്നില്ല, കാരണം ഒന്നാമതെ സ്പേസ് ഇല്ല. പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വെച്ചില്ല. അപ്പോൾ ഈ പ്രാവശ്യം ക്രിസ്മസ് ട്രീ എങ്കിലും വയ്ക്കാം. ഒരുപാട് ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും കുറച്ചെങ്കിലും വയ്ക്കാം. പിന്നെ ഈ ക്രിസ്മസ് ട്രീയുടെ മെയിൻ വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇത് ഫിറ്റ് ചെയ്ത് വയ്ക്കുന്നതും ഒരു പണി തന്നെയാണ്. പിന്നെ അതിങ്ങനെ വിരിച്ച് വയ്ക്കുന്നില്ലേ, അത് നല്ല ടൈം എടുക്കും. നല്ല ടൈം എടുക്കും. അപ്പോൾ ഈ ഒരു ചെറിയ ട്രീക്ക് തന്നെ ഇത്രയും സമയം എടുത്തു. അപ്പോൾ കുറച്ചുകൂടി വലിയ ട്രീ ആണെങ്കിൽ ഇതിനേക്കാളും ടൈം എടുക്കും. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഓരോന്ന് ചെയ്തിട്ട് ലാസ്റ്റ് ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഞാനെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു ഡെക്കറേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, അങ്ങനെ ഓവറായിട്ടൊന്നും ചെയ്യുന്നില്ല. ക്രിസ്മസ് ട്രീ വയ്ക്കാനായിട്ട് പല സ്ഥലം നോക്കിയെങ്കിലും പക്ഷെ ഒന്നും സെറ്റായില്ല. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഈ ഒരു സ്ഥലത്ത് തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അവിടെ ആകുമ്പോൾ കറണ്ട് കണക്ഷൻ കൊടുക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ എനിക്കെന്തോ ഇവിടെ ഇരുന്നപ്പോൾ സെറ്റായി എന്ന് തോന്നി. ഇതൊക്കെയാണ് ഞാൻ അന്ന് വാങ്ങിച്ച സാധനങ്ങൾ. ഇത്ര മാത്രമേ വാങ്ങിയുള്ളൂ, വേറെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഡെക്കറേഷൻ പണി പതിയെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ വാങ്ങിയ സാധനം നമ്മൾ പ്രത്യേക ഹാങ്ങിങ് നമ്മൾ ചെയ്യണം. അങ്ങനെ ലൈറ്റൊക്കെ പതിയെ ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പണിയുണ്ട്. ഇത് മാത്രമല്ല, എല്ലാം ഈ ഒരു ട്രീയും കുറച്ച് ഡെക്കറേഷൻ ചെയ്തപ്പോൾ തന്നെ ഒരു ദിവസം ഫുള്ള് ആയി. അപ്പം ബാക്കി ഫുള്ള് ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ നല്ല പണിയെടുക്കും. ഞാനൊക്കെ ഒരു ദിവസം 2 ദിവസമൊക്കെ എടുക്കും ഓരോ ചെയ്യാൻ. പതിയെ ചെയ്യുന്നു. ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ കുറച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം ക്രിസ്മസ് ട്രീ മാത്രം, പിന്നെ ചെറിയ ഡെക്കറേഷൻ, ബാക്കിയെല്ലാം ഞാൻ പിന്നീടാണ് ചെയ്ത്. ഇപ്പോൾ ആദ്യം ക്രിസ്മസ് ട്രീ മാത്രമേ വെച്ചോളൂ. പിന്നെ വേറൊരു ദിവസമാണ് വീടെല്ലാം കുറച്ചും കൂടെ ഒന്ന് ചെറിയൊരു ലൈറ്റും കൂടെയൊക്കെ എക്സ്ട്രാ ഒക്കെ ഇട്ട് ചെറിയൊരു ചേഞ്ച് വരുത്തിയത്. അല്ലാണ്ട് ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ ചെയ്തതല്ല. ഇപ്പോൾ ഒരു ചെറിയൊരു ട്രാൻസിഷൻ കണ്ടാലോ. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഫ്രീ ഉള്ളൊരു ദിവസം ഞാൻ ഈ ഒരു ലൈറ്റ് ഞാൻ വാങ്ങിയായിരുന്നു. ഇത് എൻ്റെ ഓൾറെഡി ഉള്ളത് ചീത്തയായി. അപ്പോൾ ഇത് അല്ലാണ്ട് റീൽസിൽ കണ്ടിട്ട് ഈ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വില കുറച്ച് കിട്ടുന്ന സ്ഥലത്ത് പോയി വാങ്ങിയതാണ്. ഞാൻ ആദ്യം വാങ്ങിയത് തന്നെ അത് 2-3 വർഷം മുമ്പാണ്. 2 വർഷം മുന്നേ. റേറ്റ് നല്ല കൂടുതലായിരുന്നു. ഇപ്പോൾ നല്ല സിമ്പിൾ റേറ്റ് കുറവാണ്. ഈ ഒരു സാധനം ഞാൻ വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വയർ ഹാങ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച സാധനം അതിപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി യൂസാക്കി.
അവിടെ തുടച്ചിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തത്. കാരണം ഇല്ലെങ്കിൽ ഇത് ഇളകി വരും. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു ഇത് ഇളകി വരുമോ എന്ന്. പക്ഷേ ഭാഗ്യത്തിന് ഇത് ഇപ്പോഴും നല്ല സ്റ്റിക്കായിട്ട് ഇരിപ്പുണ്ട്. ഇതൊക്കെ നല്ല പഴകിയ ലൈറ്റാണ്, പക്ഷേ ഞാനൊന്നും കളയില്ല. എത്രത്തോളം കത്തും അത്രത്തോളം കത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഇല്ലാതായതാണ്. ഞാൻ പിന്നെ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കി എടുക്കുന്നതാണ്. ഇതിലൊരു ലൈറ്റ് ഇട്ടിട്ട് അത്ര ഒരു ഗുമ്മില്ല, ഒരു ഭംഗിയില്ല. അതുകൊണ്ട് ഒരു ലൈറ്റ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാനൊരു പുതിയൊരു എനിക്ക് തോന്നിയൊരു സാധനം ഐഡിയയാണ് ഞാൻ ആ സംഭവം ഇപ്പോൾ ചെയ്യുന്നത്. അതെനിക്ക് അപ്പം തോന്നിയൊരു ഐഡിയയാണ് അത് ചെയ്യണത്. അത് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് കാണാം, ഇപ്പം തന്നെ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ആ ബാക്കി വന്ന എല്ലാ ലൈറ്റ്സും കൂടെ അതിലോട്ട് കുത്തിക്കയറ്റി. അപ്പോൾ അത് കാണുമ്പോൾ അതിലും കൂടെ ലൈറ്റ് കാണാൻ പറ്റും. എന്തായാലും അതങ്ങനെ ഒരു ഐഡിയ തോന്നിയത് നന്നായി. പിന്നെ ഈ ബാക്കി വന്ന് ഈ 2 LED ലൈറ്റ് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ജനലിൽ വെക്കാമല്ലോ, ഇതാകുമ്പോൾ അപ്പുറത്തും വെട്ടം കിട്ടും ഇപ്പുറത്തും വെട്ടം കിട്ടും. അങ്ങനെ ഇതെല്ലാ പ്രാവശ്യവും ഞാൻ ചെയ്യുന്നതാണ്. ഈ 2 or 1 LED ലൈറ്റ് ബാക്കി വരുമ്പോൾ ഞാൻ ആ വിൻഡോയിൽ സെറ്റ് ചെയ്യും. മെറി ക്രിസ്മസ് എന്ന് പറയുന്ന സാധനം ഇളകിപ്പോയായിരുന്നു. ഞാൻ പിന്നെ പശ വെച്ചൊട്ടിച്ചു. പുതിയത് എന്തിനാണ് വെറുതെ വാങ്ങിച്ച് കാശ് കളയണം, മാക്സിമം യൂസ് ചെയ്യാം. ചെറിയ ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്തു. ഇനി ഒരു സിനിമാറ്റിക് മോഡിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഫുള്ള് കാണിക്കാം.